നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹസ്തരേഖയിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്ന മറുകുകളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ കൈയുടെ ഉൾഭാഗവും പുറം ഭാഗത്തും മറുക് വന്നാലുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണ്, ദോഷങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അടുത്തെല്ലാം തന്നെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മറുക് വന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, അത് ഗുണമാണോ ദോഷമാണോ എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ഇവിടെ ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒന്ന്, നമ്മുടെ കയ്യിൽ മറുക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈയുടെ നടുവിൽ മറുക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പണം സമ്പാദിക്കുവാനുള്ള കഴിവാണ് നമ്മുടെ കൈ നടുവിൽ മറുക് വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ലാഭങ്ങൾ ലഭിക്കുമെന്നാണ് കൈയുടെ നടുവിൽ മറുക് വന്നാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവർ കൂടുതലും ഉയരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയാം. അടുത്ത 2, കൈയുടെ ഉൾഭാഗത്ത് മറുക് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഓരോ ആൾക്കാർക്കും ചില അവസരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ ഈ അടയാളം അവസരങ്ങൾ ലഭിക്കുന്ന ഒരു അടയാളമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലും പരിശ്രമം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ഈ മറുകിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനും നമുക്ക് ഉദ്ദേശിച്ച ഫലങ്ങളിലേക്ക് എത്തുവാനും സാധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. അതുപോലെ തന്നെ പരിശ്രമത്തിലൂടെ ഏറ്റവും കൂടുതലും നല്ല ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കൈത്തണ്ടിൻ്റെ നടുഭാഗത്ത് മറുകുണ്ടായി കഴിഞ്ഞാലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഉൾഭാഗത്തുണ്ടാവുന്ന മറുകിനെ കുറിച്ചിട്ട്, കൈയുടെ ഉൾഭാഗത്തുണ്ടാവുന്ന മറുകിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അടുത്ത, വിരലുകളുടെ അടിയിൽ മറുകുണ്ടായി കഴിഞ്ഞാൽ നേതൃത്വ ഗുണം ലഭിക്കുവാനും അതുപോലെ അധികാരവും പ്രശസ്തിയും ലഭിക്കുന്ന ആൾക്കാർക്കാണ് കൈയുടെ നടുതണ്ടിലും മറുകുണ്ടായാലുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ കൈയുടെ വിരലുകളിൽ മറുകുകൾ വന്നു കഴിഞ്ഞാൽ ഈ കൂടുതൽ, ഇപ്പം നമുക്ക് പെട്ടെന്നൊരു മറുക് വന്നു, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറുക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പേടിക്കേണ്ട. നമ്മൾ കർമ്മം ചെയ്യുവാനുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാതി കർമ്മങ്ങളിൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങളുടെ ഒരു സൂചനയായിട്ട് നമുക്ക് മറുകുകൾ ഉടനടി വരുന്നു. അതുപോലെ നമ്മുടെ വലത് കൈയിലും മറുക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നല്ല അവസരങ്ങളെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇടത് കൈയിലെ മറുക് വന്നു കഴിഞ്ഞാൽ നല്ല അവസരങ്ങളെ സൂചിപ്പിക്കുന്നില്ല എന്നല്ല, ചിലവുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് ഇടത് കൈയിലും മറുക് വന്നു കഴിഞ്ഞാലുള്ള ഫലങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം തള്ളവിരലിൽ മറുക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും നേതൃത്വ ഗുണങ്ങൾ വഹിക്കുന്നവരും ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയുമുള്ള വ്യക്തികളിൽ മാത്രമായിരിക്കും നമ്മുടെ തള്ളവിരൽ അല്ലെങ്കിൽ നമ്മുടെ തമ്പ് ഏരിയയിലുള്ള മറുകുകൾ വന്നു കഴിഞ്ഞാലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ മധ്യവിരലിന് സമീപമായിട്ട്, നമുക്ക് മൂന്നാമത്തെ വിരലിന് സമീപമായിട്ട് നമുക്ക് മറുക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതലും ഉത്തരവാദിത്തങ്ങളുണ്ട്, ജീവിതത്തിൽ ഏറ്റവും കൂടുതലും ഉയർച്ചകൾ നിലനിന്ന് പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കൈയുടെ നടുവിരലിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ യാത്രകളും പുതിയ അവസരങ്ങളും. അപ്പം അതേപോലെ തന്നെ ഈ നേതൃത്വ ഗുണങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു മറുക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും യാത്രാ അവസരങ്ങളും വിദേശങ്ങളിൽ പോകാനുള്ള ചാൻസുകളായാലും പുതിയ പുതിയ അവസരങ്ങളും അവരിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമ്മുടെ ലൈഫ് ലൈനിൽ അല്ലെങ്കിൽ നമ്മുടെ ആയുർ രേഖയിൽ മറുക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് ദീർഘവും വ്യക്തവുമായിട്ടുള്ള ഒരു മറുകായിട്ടാണ് നമ്മുടെ ആയുർ രേഖയിൽ നിലനിന്ന് പോകുന്നെങ്കിൽ അവരുടെ ആരോഗ്യം ജീവിതത്തിൽ വളരെയധികം ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. അതുപോലെ തന്നെ അവരുടെ ഹെഡ് ലൈൻ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിരേഖയിലാണ് ആ ഒരു മറുക് നിലനിന്ന് പോകില്ല. ഏറ്റവും കൂടുതൽ ചിന്താശക്തികൾക്കും ബുദ്ധിയായിട്ടും തീരുമാനങ്ങൾ എടുക്കുവാനും ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി മറികടക്കുവാനുള്ള എല്ലാ കഴിവുകളും ആ വ്യക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ മറുകിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവർ പ്രായോഗികപരമായിട്ടുള്ള ചിന്തയുള്ള വ്യക്തികൾക്കും കലാപരമായിട്ടുള്ള കഴിവുള്ള വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുദ്ധിരേഖയ്ക്കകത്ത് മറുക് വന്നാൽ ഏറ്റവും കൂടുതൽ
കൂടുതലും നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയരേഖയിൽ മറുക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പ്രേമകാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാൻസിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ വ്യക്തമായിട്ട് വികാരങ്ങളെ അവർ പോവുകയാണെന്നുണ്ടെങ്കിലും വികാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വന്ന് ഹേർട്ട് ലൈനിൽ ഒരു മറുക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈനോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു, അതിനെ അതിൻ്റേതായിട്ടുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അല്ലാതെ അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ സമൂഹത്തിൽ അതിങ്ങനെ ആയിരിക്കും. അപ്പം കൂടുതൽ വ്യക്തിത്വത്തെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഉൾപ്പെടുത്തി പോകുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് ഉൾപ്പെടുത്തി അങ്ങനെ പോകുന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ അവർക്ക് നിയന്ത്രിക്കാനുള്ളൊരു കഴിവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഹെയർ ലൈനിൽ ചെറിയ പൊട്ടൽ പോലത്തുള്ള രേഖകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബന്ധങ്ങൾ എടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കയ്യിലെ ഹസ്തരേഖയിൽ ഉണ്ടാവുന്ന മറുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കയ്യിൽ മറുകുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആ മറുകിലുമുണ്ട് പല കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. കാര്യം ഇങ്ങനെ മുന്നോട്ട് നമ്മൾ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഈ നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ്. അപ്പം നമുക്ക് 100% ഏറ്റവും കൂടുതൽ ഹസ്തരേഖ നോക്കിയാലും നമുക്ക് വിജയകരമായിട്ട് അവർക്ക് വരുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിച്ചിരുന്നു. അപ്പം ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നന്നായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ രേഖയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കൊക്കെ ബൈ ബൈ.